ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ കലാമണ്ഡലത്തിൽ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു. രജിസ്ട്രാറാണ് ഉത്തരവിറക്കിയത്. അധ്യാപക അനധ്യാപിക ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നു. ജെയ്സൺ, താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാൻ തക്ക സാമ്പത്തിക പ്രതിസന്ധി അവിടെയുണ്ടോ? എന്താണ് പെട്ടെന്നുള്ള നടപടിക്ക് പിന്നിൽ? എന്താണ് കലാമണ്ഡലം നൽകുന്ന വിശദീകരണം? വിനീത, ഒട്ടുമിക്ക സാംസ്കാരിക സ്ഥാപനങ്ങളിലെ സ്ഥിതി ഇത് തന്നെയാണ്. സാഹിത്യ അക്കാദമിയിലാണെങ്കിൽ അവാർഡത്തിന് പൈസ കൊടുക്കാൻ പോലും ഇല്ലാത്ത സ്ഥിതിയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരള കലാമണ്ഡലത്തിലും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത്. 120ഓളം ജീവനക്കാരെയാണ് കലാമണ്ഡലത്തിൽ നിന്നിപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. അധ്യാപക അനധ്യാപക തസ്തികയിലുള്ള 120 പേർ. ഇവിടെ സ്ഥിരം ജീവനക്കാരെ നിയമിക്കാതിരുന്നത് മൂലം ആ വിടവ് നികത്തുന്നതിന് വേണ്ടിയാണ് 120ഓളം ജീവനക്കാരെ പല ഘട്ടങ്ങളിലായി നിയമിച്ചിരുന്നത്. അവരെല്ലാം സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നു. യാതൊരു രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. പദ്ധതിയുടെ അപ്പുറത്തേക്കുള്ള പണം സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നില്ലെന്നതാണ് പ്രധാനമായും ഉത്തരവിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നാളെ മുതൽ 120ഓളം ജീവനക്കാർ സ്ഥാപനത്തിലേക്ക് വരേണ്ടതില്ല എന്ന് രജിസ്ട്രാറിൻ്റെ കത്തിൽ പറയുന്നുണ്ട്. ഇതോടുകൂടി മറ്റു സാംസ്കാരിക സ്ഥാപനങ്ങളിലേക്ക് കൂടി സാമ്പത്തിക പ്രതിസന്ധി വ്യാപിക്കുന്നു എന്ന ആശങ്കയും പൊതുവെ ഉയരുന്നുണ്ട്. ഏതായാലും വലിയ തിരിച്ചടി തന്നെയാണ് അവിടുത്തെ ജീവനക്കാർക്കുണ്ടായിരിക്കുന്നത്. ഇന്ന് ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു. നാളെ മുതൽ ജോലിക്ക് വരേണ്ട എന്ന ഉത്തരവ്. അതിദയനീയമാണ് ഇവരുടെ അവസ്ഥ. എങ്കിൽ പോലും സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ട് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന വാദമാണ് രജിസ്ട്രാറും കേരള കലാമണ്ഡലവും ഉയർത്തുന്നത്. വിനീത, ശരി. ഏതായാലും താൽക്കാലിക ജീവനക്കാരെ എല്ലാവരെയും പിരിച്ചുവിട്ടിരിക്കുന്നു കലാമണ്ഡലത്തിലെ സാമ്പത്തിക പ്രതിസന്ധി മൂലമെന്ന വാർത്തയാണ് വരുന്നത്. ജെയ്സൺ ആണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി എത്തണം.